ജില്ലയിൽ വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. കടുത്ത കുടിവെള്ളക്ഷാമവും ജില്ലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ചൂട് കഠിനമായതിനാൽ വീടിന് പുറത്തിറങ്ങാൻ ജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടുന്നു. ജില്ലയിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത് പുനലൂരിലാണ്. 41 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ചൊവ്വാഴ്ച പുനലൂർ രേഖപ്പെടുത്തിയത്. നഗരങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ ഫാനില്ലാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പാടത്തും നിർമ്മാണ മേഖലകളിലും പണിയെടുക്കുന്നവരാണ് ചൂടിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പകൽ 11 മുതൽ 3 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണിത്. ഈ വർഷം മാർച്ച് മാസം ആദ്യ വാരത്തിൽ തന്നെ സഹിക്കാൻ വയ്യാത്ത ചൂട് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചൂട് കൂടുതലെങ്കിൽ ഈ വർഷം മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ ഒരു വേനൽ മഴ പെയ്തതോടുകൂടി സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് തൊഴിലാളി വർഗം കഷ്ടപ്പെടുകയാണ്. ചൂട് കഠിനമായതോടെ കടകളിൽ ദാഹജലം കുടിക്കാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആവശ്യക്കാർ വർദ്ധിച്ചതോടെ നാരങ്ങാ വെള്ളത്തിനും സംഭാരത്തിനും പുറമെ നറുതണ്ടി, നിരവധി ഇനം ജ്യൂസുകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് കടകളിൽ ഒരുക്കിയിരിക്കുന്നത്. തണ്ണിമത്തൻ ജ്യൂസാണ് കൂടുതലായി ചെലവിടുന്നത്. ജലത്തിന്റെ അംശം ശരീരത്തിൽ വർദ്ധിക്കുന്നതിനായി പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും തിളപ്പിച്ചാറ്റിയ 10 ഗ്ലാസ് ജലം ശരാശരി കുടിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത്. ഭയങ്കരമായ ചൂട്, കാറിനകത്തിരിക്കാൻ വയ്യ, വണ്ടി ഓടിക്കാൻ വയ്യ, ഭയങ്കരമായ ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട്. രാവിലെ മുതൽ ചിന്നക്കടയിൽ വന്നാൽ ടാക്സിക്കകത്തിരുന്ന് വെയിലുള്ളതാണ്. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ചൂട് കൂടുതലായി പിടികൂടുന്നത്. ചൂട് വർദ്ധിച്ചതിനാൽ പകൽ നേരത്ത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞിട്ടുണ്ട്. ചൂടിൽ നിന്നും രക്ഷ നേടാൻ വിവിധ കമ്പനികൾ എയർ കണ്ടീഷൻ മെഷീനുകളും രംഗത്തെത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.